ഹായ് ചങ്കേളെ, എല്ലാവർക്കും മേഫിൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു യാത്രയിൽ കഴിച്ച ഒരു അടാറ് ഐറ്റത്തിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ പച്ചക്കറി ഇല്ലാത്തൊരു സാമ്പാർ. പച്ചക്കറി ഇട്ട് വെക്കുന്നേക്കാളും അടിപൊളി ടേസ്റ്റ്, വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിരിക്കണേ. അപ്പൊ നമുക്ക് കിള്ളി സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ആദ്യം 200 ഗ്രാം സാമ്പാർ പരിപ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അത് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ. ഇനി ഇത് വേവാനായിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിക്കരുത്, കാരണം ഇത് വെന്ത് വരുമ്പോൾ ഉടച്ചെടുക്കാനാണ്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പരിപ്പ് വേവുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. അതിനായി ഒരു മൺചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് അത് അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇട്ടുകൊടുത്തിരിക്കുന്ന ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറി വരും. ആ സമയത്ത് ഒരു 10-12 വറ്റൽമുളക് നെടുവേ മുറിച്ചതും കൂടെ ഇട്ടുകൊടുത്ത്, വറ്റൽമുളക് ഇത്രയും ചേർത്ത് കൊടുത്തത് കൊണ്ട് നിങ്ങൾ വിചാരിക്കും എരിവ് കൂടുതലാണെന്ന്. എന്നാൽ വറ്റൽമുളക് ഇത്രയും ചേർത്ത് കൊടുക്കേണ്ടതാണ്. വറ്റൽമുളക് കരിഞ്ഞു പോവാതെ ആ തീ ഒന്ന് കുറച്ച് വെക്കുക. മുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 10-20 ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും മുറിച്ചിട്ട് കൊടുക്കരുത്. ഈ ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ കിള്ളി സാമ്പാർ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇതിന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പച്ചക്കറികളൊന്നും വേണ്ട എന്നതാണ്. ഇത് ഇനി വഴറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഒരു സവാള നൈസായിട്ട് അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എരിവില്ലാത്ത 4 പച്ചമുളകും 1 തണ്ട് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി നല്ലപോലെ എന്നിട്ട് ഇളക്കിയെടുക്കുക. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടുന്ന ഒരു സംഭവമായതുകൊണ്ട് ഇപ്പൊ ഇവിടെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ്. അത് നീളത്തിന് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, ഒരുപാടൊന്നും വഴറ്റി കിട്ടാൻ നിൽക്കണ്ട. ഇതേ രീതിയിൽ വഴറ്റി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ്. ഇനി ഇതിന്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ സാമ്പാർ പൊടിയാണ്. അത് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്തിരി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ എരിവുള്ള 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ വേണ്ടത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ എന്നിട്ട് ഇളക്കിയെടുക്കുക. പൊടികളൊക്കെ മൂത്ത് വന്നാലേ കിള്ളി സാമ്പാർ കഴിക്കാൻ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പൊടികളൊക്കെ നല്ലപോലെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരിക്കുന്ന പരിപ്പ് നല്ലപോലെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു തവി എടുത്ത് നല്ലപോലെ ഒന്ന് കുത്തി ഉടച്ചതിന് ശേഷം ഇനി ഈ പരിപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് വാളംപുളി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ അങ്ങോട്ട് ഇളക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കിള്ളി സാമ്പാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
വിത്ത് ലൂസ് ആയിട്ടിരിക്കണം, ഡ്രൈ ആയിട്ടിരിക്കാൻ പാടില്ല. ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയാണ്, അത് ഇതിന്റെ മെയിൻ ഘടകമാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിയില ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇത് തിളച്ചു വന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കിള്ളി സാമ്പാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. ചെറിയുള്ളിയൊക്കെ മുഴുവനായിട്ട് ഇട്ടത് കൊണ്ട് കഴിക്കാൻ നല്ല സ്വാദാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിന്റെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. ഇപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് പച്ചക്കറി ഇല്ലാത്തൊരു സാമ്പാറാണ്. പച്ചക്കറി ഇട്ട് സാമ്പാർ ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കൂടുതലാണ്. ദോശയുടെയും ഇഡ്ഡലിയുടെയും അതുപോലെ തന്നെ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിൾ ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ചൂട് ചോറ് അങ്ങോട്ട് എടുത്തിട്ട് അതിന്റെ മുകളിലോട്ട് നമ്മളിപ്പൊ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കിള്ളി സാമ്പാർ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിന്റെ കൂടെ കുറച്ച് മീനച്ചാറും കൂടെ വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് വാരി കഴിക്കണം. സൂപ്പർ ഇടാം. ആ ചെറിയ ഉള്ളിയിലേക്ക് നല്ല സ്വാദ്, ഒന്ന് ചെറിയ ഉള്ളി കൂടുതൽ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ മലക്കറിയൊന്നും പച്ചക്കറിയൊന്നും ഇല്ലെങ്കിലും ഈ കിള്ളി സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ കിള്ളി സാമ്പാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദോശയുടെയും ഇഡ്ഡലിയുടെയും എന്തിനേറെ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ വീടുകളിൽ ഇത് ഉണ്ടാക്കാറുണ്ടെങ്കിലും ഇന്നും ആദ്യമേ കഴിച്ചിട്ടുള്ളവരാണെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇട്ടിരിക്കണേ. അപ്പൊ എന്തായാലും നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റ് ആണ്, അടിപൊളി. ഇങ്ങനെ എന്തായാലും നിങ്ങൾക്ക് ഇത് ഫെയിൽ ആവില്ല, എന്തായാലും ഉറപ്പ് വരുന്നു. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ആ മീനച്ചാറും കൂടെ കൂട്ടി കഴിക്കുമ്പോഴുണ്ടല്ലോ അടിപൊളി, ഒന്നും പറയാനില്ല. സൂപ്പർ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകളുമായി അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിലും നല്ല കിടിലം കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മർഫിൻ സൈനിങ് ഔട്ട്.